ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മളുടെ അടുത്ത കിങ്ഡം ആയിട്ടുള്ള ആൽഗെയും കൊണ്ട് ഇപ്പം നമ്മൾ പഠിക്കാൻ തുടങ്ങാണ്. പ്ലാൻ കിങ്ഡത്തിൽ വരുന്നതാണല്ലോ ഇവര്. അപ്പം നമുക്ക് ആൽഗെനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്താലോ? ഓക്കെ, ആൽഗെ എന്ന് പറയുന്നത് പായൽ, നമ്മുടെ പായലില്ലേടാ, പായലാണ് എന്ത് ആൽഗെ. ഓക്കെ, ആൽഗേസുകളെ സംബന്ധിച്ച് ദേ ഹാവ് ക്ലോറോഫിൽ ഇൻ ദം. അവരുടെ ബോഡി എന്തായിരിക്കും? ക്ലോറോഫിൽ ബെയറിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് ആര്? ആൽഗേസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താ അടുത്ത പോയിന്റ് എന്താണ്? അവർക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു താലോയിഡ് സ്ട്രക്ചർ ആയിരിക്കും. താലോയിഡ് സ്ട്രക്ചർ മീൻസ് എന്താ? അവർക്ക് പറയത്തക്ക എന്താണ് ലീഫും കാര്യങ്ങളും തണ്ടും എല്ലാം ഉണ്ടാവും. ബട്ട് അവരുടെ ബോഡി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ താലോയിഡ് സ്ട്രക്ചേഴ്സുകളായിരിക്കും. പിന്നെ എന്താ? ദേ ആർ ഓട്ടോട്രോഫിക്. ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണത്തിനെ ആശ്രയിക്കണ്ട. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? തന്നെത്താനെ ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള കഴിവാണ് ആർക്കുള്ളത്? ആൽഗേസുകൾക്കുള്ളത്. ആൻഡ് ദേ ആർ ലാർജ്ലി അക്വാട്ടിക്. പായൽ എപ്പോഴെങ്കിലും നമ്മൾ വെള്ളത്തിലല്ലാതെ നമ്മൾ മറ്റ് കാണും, പക്ഷെ ഏറ്റവും കൂടുതൽ ലാർജ്ലി നമ്മൾ എവിടെയാ കാണുന്നത്? അക്വാട്ടിക് റീജിയൻസുകളിലായിരിക്കും അല്ലെ കാണുന്നത്. മോസ്റ്റ് പ്രോബബ്ലി പായൽ എവിടെയായിരിക്കും? ഇപ്പം പറയത്തില്ലേ നമ്മളിപ്പോൾ ഈ വാട്ടർ ഫോൾസിലൊക്കെ പോകുമ്പോൾ പറയില്ലേ, ആ പാറയിൽ നോക്കി കിടക്കുക, ചിലപ്പോൾ തെന്നല് വഴുക്കലുണ്ടാവും. എന്താണ് ഈ വഴുക്കല്? നമ്മുടെ ആൽഗേസുകൾ മോയ്സ്റ്റ് സ്റ്റോണിൽ ആയിരിക്കും കൂടുതലും കാണപ്പെടുക. പിന്നെ എവിടെ കാണും? മണ്ണിൽ കാണും. അതുപോലെ തന്നെ വുഡ്സിലൊക്കെ ആരുടെ പ്രസൻസ് ഉണ്ടാവും? നമ്മുടെ പായൽ അഥവാ ആൽഗേസുകൾ പ്രസന്റ് ആയിരിക്കും. ആൻഡ് പല സൈസിൽ പല ഫോംസുകളിൽ ഇതെന്താണ് കാണപ്പെടുന്ന ഒരാളാണ് ആര്? ആൽഗേകൾ എന്ന് പറയുന്നത്. ആൽഗേസ് പൊതുവെ അതായത് കൂട്ടമായിട്ടോ, അതായത് കോളനീസ് അഥവാ കൊളോണിയൽ ആയിട്ടോ. അതിനൊരു എക്സാമ്പിൾ ആണ് വോൾവോ. നമ്മുടെ വോൾവോ ബസ് ഇല്ലേ, വോൾവോ ബസ് ഓർത്താൽ മതി. ഓക്കെ, പിന്നെ ഏതാ? ഫിലമെന്റസ്. നല്ല ഫിലമെന്റഡ് ആയിട്ട് ഇങ്ങനെ നല്ല കോളനി പരുവത്തിൽ, അതായത് കൊളോണിയൽ എന്താ? ഒരുപാട് ആൾക്കാർ ചേർന്ന് തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണല്ലേ. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ആൽഗേസുകൾ എന്ന് പറയുന്നത്. ആൽഗേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരന്ന് എവിടെയൊക്കെ കാണും? അവര് എന്താണ് ലാർജ്ലി അക്വാട്ടിക് റീജിയൻസിൽ കാണും. അതുപോലെ തന്നെ സ്റ്റോൺസ്, സോയിൽ, വുഡ് പല സൈസിൽ പല ഷേപ്പിൽ പല ഫോമിൽ കാണുന്ന ആൾക്കാരാണ്. ആൻഡ് ഓൾസോ അവര് കൊളോണിയൽ ഷേപ്പിൽ എന്താ ഫിലമെന്റസ് ആയിട്ട് കാണുന്ന ആൾക്കാരാണ് ആര്? ആൽഗേസുകൾ എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ദ ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദി ആൽഗെ, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടേഴ്സ്. ഇനി നോക്കിക്കേ, ആൽഗേസുകളുടെ റീപ്രൊഡക്ഷൻ നോക്കാം നമുക്ക്. ഓക്കെ, ആൽഗേസുകളുടെ റീപ്രൊഡക്ഷനെ സംബന്ധിച്ചിട്ട് ദേ ഹാവ് 3 ടൈപ്പ് റീപ്രൊഡക്ഷൻ മാർക്ക് വരുന്നുണ്ട്, നമ്മുടെ ആൽഗേസിന് വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് ദി വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ അവരെങ്ങനെയാണ് സാധ്യമാക്കുന്നത്? ഫ്രാഗ്മെന്റേഷനിലൂടെയാണ് കേട്ടോ. ഏത് വഴിയാണ്? ഫ്രാഗ്മെന്റേഷൻ. ഓക്കെ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്? ഒരു മിനിറ്റ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെന്റേഷൻ വഴി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചില്ലേ? ഒരു പാരന്റ് ബോഡിയിൽ നിന്നും അതെന്താവുന്നു? പല വളർന്ന് പല പീസായി ഓരോ പീസും ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് മാറുന്നത് എന്താണ്? ഫ്രാഗ്മെന്റേഷൻ. ഇതെല്ലാം റിപ്പീറ്റഡ് ടേംസ് ആണ് അല്ലേ. അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് ടേബിളൈസ് ചെയ്ത് പഠിച്ചാൽ ഭയങ്കര എളുപ്പമാണ് ഈ ചാപ്റ്റർ. അതുപോലെ തന്നെ ഓരോ ഫ്രാഗ്മെന്റ്സുകളും ഡെവലപ്ഡ് ഇൻ ടു എ താലസ്. നമ്മൾ നേരത്തെ താലോയിഡ് ബോഡി പറഞ്ഞില്ലേ? താലസുകളായിട്ട് മാറുന്നവരാണ്. അങ്ങനെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്? റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് അടുത്ത ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ അവരിലുള്ളത്. അതെങ്ങനെയാ? സൂസ്പോസുകൾ വഴിയാണ് അവർ എന്ത് ചെയ്യുന്നത്? അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത്. ദേ ആർ ഫ്ലജലേറ്റഡ്, സോ മോട്ടൈൽ ജെർമിനേഷൻ ടു ന്യൂ പ്ലാന്റ്സ്. അതായത് അവരെന്താ? ഫ്ലജലേറ്റഡ് ആണ്. ഈ പറയുന്ന ആൾക്കാരില്ലേ, ഈ താലസ് ബോഡീഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ സൂസ്പോസുകളായിട്ടുള്ള ആൾക്കാർ, അവർക്ക് എന്തിനുള്ള കഴിവുണ്ട്? ദേ ആർ മോട്ടൈൽ ജെർമിനേഷൻ ആണ്. മോട്ടൈൽ എന്ന് വെച്ചാൽ എന്താ? അനങ്ങുക, നീങ്ങാൻ കഴിവുള്ള ആൾക്കാരാണ്. സോ എന്ത് ചെയ്യും? അവര് പുതിയ പ്ലാന്റ്സുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലജെല്ലാസ് യൂസ് ചെയ്ത് പോയി അള്ളി പിടിച്ചിരിക്കും. ദേ ആർ ഫ്ലജലേറ്റഡ്, സോ മോട്ടൈൽ ജെർമിനേഷൻ ടു ന്യൂ പ്ലാന്റ്സ്. പുതിയൊരു പ്ലാന്റ്സിന്റെ വളർച്ചയിലേക്ക് ഈ ഫ്ലജെല്ലാസ് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് നോക്കിക്കേ, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്? ഫ്യൂഷൻ ഓഫ് 2 ഗ്യാമേറ്റ്സുകൾ. 2 ഗ്യാമേറ്റ്സുകളുടെ ഫ്യൂഷൻ വഴി, നമ്മുടെ ഹ്യൂമനെ പോലെ തന്നെ ഗ്യാമേറ്റ് ഫ്യൂഷൻ വഴിയാണ് നടക്കുന്നത്. അത് 3 ടൈപ്പ് ഉണ്ട്. ഐസോഗ്യാമസ്, അനിസോഗ്യാമസ് ആൻഡ് യൂഗ്യാമസ്. ഓക്കെ, ഐസോ തന്നെ ഉണ്ട് അല്ലെ. ഐസോ എന്താ? ഐസോമേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഒരുപോലത്തെ ആൾക്കാരല്ലേ. അപ്പോൾ ദ ഗ്യാമേറ്റ്സ് ആർ ഫ്ലജലേറ്റഡ് ആയിരിക്കും, സിമിലർ ഇൻ സൈസ് ആയിരിക്കും, ഒരേ വലിപ്പവുമുള്ള, അതുപോലെ തന്നെ എന്താ മൂവ് ചെയ്യാൻ കഴിവുള്ള, ഫ്ലജെല്ലാസുകളുള്ള, ഒരേ സൈസുള്ള
ആൾക്കാരാണ് ആര്? ഈ ഗ്യാമേറ്റ്സുകളുടെ ഫ്യൂഷൻ ആണ് എന്ത് പറയുന്നത്? ഐസോഗ്യാമസ് ടൈപ്പ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ആൽഗെ. അതിന് എക്സാമ്പിൾ ആണ് ആര്? യൂലോത്രിക്സ് അഥവാ ഉള്ളോത്രിക്സ് എന്നൊക്കെ നിങ്ങൾക്ക് പ്രൊനൗൺസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ പറഞ്ഞു തരാം. നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ കേസ് ആകുമ്പോൾ 3 ടൈപ്സ് ഉണ്ട്: ഐസോഗ്യാമസ്, അനിസോഗ്യാമസ് ആൻഡ് ഊഗ്യാമസ്. ഐസോഗ്യാമസ് എന്ന് പറയുമ്പോൾ ഒരുപോലെ 2 സിമിലർ ആയിട്ടുള്ള സൈസുകളിലുള്ള 2 ഗ്യാമേറ്റ്സുകളിൽ എന്തുണ്ടാവും? അവരില് ഫ്ലജെല്ലാസ് ഉണ്ടാകും. മൂവ് ചെയ്യാനുള്ള ഹെയർസ് ലൈക്ക് സ്ട്രക്ചേഴ്സുകൾ അവരുടെ ബോഡിയിൽ പ്രസന്റഡ് ആയിരിക്കും. എക്സാമ്പിൾ ആണ് എന്ത്? ഉള്ളോത്രിക്സ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പ് ആണ് ഇത് അനിസോഗ്യാമസ്. അനിസോ ആ പേര് അപ്പോ ഇത് ഒരുപോലത്തെ ആൾക്കാരാണെങ്കിൽ ഇവരിൽ എന്ന് പറഞ്ഞാൽ ഡിസിമിലർ ഇൻ സൈസ് ആണ്, ഗ്യാമേറ്റുകളുടെ ഫ്യൂഷൻ തന്നെയാണ്. എങ്ങനെയാണ്? സൈസ് ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ ഫ്യൂഷൻ ഓഫ് ഗ്യാമേറ്റ്സുകൾ തന്നെയാണ്. എക്സാമ്പിള് യുഡോറിന അഥവാ ഉഡോറിന, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രൊനൗൺസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫ്യൂഷൻ ഓഫ് ഗ്യാമേറ്റ്സ് ഇൻ ഡിസിമിലർ സൈസ്, 2 വ്യത്യസ്ത സൈസുകളുള്ള ഗ്യാമേറ്റ്സുകളുടെ ഫ്യൂഷൻ ആണ് എന്ത്? അനിസോഗ്യാമസ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ദി ഊഗ്യാമസ്. എന്താണ്? ഊഗ്യാമസ്. ഓക്കെ, ഫ്യൂഷൻ ഓഫ് ലാർജ് നോൺ മോർട്ടൈൽ ഫീമെയിൽ, അതായത് നമ്മുടെ നോർമൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ പോലെ തന്നെയാണ്. ഫീമെയിൽസുകളുടെ ഗ്യാമേറ്റ്സുകൾ എങ്ങനെയാ? നല്ല വലിയ ഓവായിരിക്കും അല്ലെ, ലാർജ് ആയിരിക്കും. അതുപോലെ എന്താ, അവർക്ക് മൂവ് ചെയ്യാനുള്ള കഴിവുണ്ടോ? ഇല്ല. അതേസമയം മെയിലിന്റെ കേസിലാണെങ്കിലോ ചെറുത്, സ്പേമും അവർക്ക് എന്താ മോട്ടൈലിനുള്ള കഴിവുണ്ട് അല്ലെ, ദേ ക്യാൻ മൂവ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആൽഗയുടെ ഊഗ്യാമസിന്റെ കേസും. ദ ഫ്യൂഷൻ ഓഫ് ലാർജ് നോൺ മോട്ടൈൽ ആയിട്ടുള്ള ഫീമെയിലും സ്മോൾ മോട്ടൈൽ മെയിൽ ഗ്യാമേറ്റ്സുകളുമായിരിക്കും എന്താണ് മേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ വോൾവോക്സ് ആൻഡ് ഫ്യൂക്കസ്. എന്താണ്? വോൾവോക്സ് ആൻഡ് ഫ്യൂക്കസ് അല്ലെങ്കിൽ ഫ്യൂക്കോസ് ആണ് എന്ത് ഇവരുടെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. അപ്പൊ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ 3 രീതിയിലും ആര് ചെയ്യുന്നുണ്ട്? ആൽഗേസുകൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ദ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, സെക്കൻഡ് വൺ ഈസ് ദി അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് ദ തേർഡ് വൺ ഈസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ 3 ടൈപ്പ് ഉണ്ട്: ഐസോഗ്യാമസ്, അനിസോഗ്യാമസ് ആൻഡ് ഊഗ്യാമസ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ ഇതാ സൂസ്പോസുകളാണ് അല്ലെ. ആൻഡ് ദ ഫസ്റ്റ് വൺ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണെങ്കിൽ എന്താണ്? ഫ്രാഗ്മെന്റേഷൻ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദി റീപ്രൊഡക്ഷൻ ഓഫ് ആൽഗെ. ഇനി നോക്കിക്കേ, ഇവരുടെ എൻവയോൺമെന്റൽ ഇമ്പാക്ട്സുകൾ നമുക്കൊന്ന് സ്റ്റഡി ചെയ്താലോ. ആൽഗേസുകൾ നമ്മൾ എല്ലായിടത്തും കാണുന്നുണ്ട് അല്ലെ. ചില ആൽഗേസുകൾ നമ്മൾ കഴിക്കുന്നുണ്ട്, ചില ആൽഗേസുകൾ നമ്മൾ കമേഴ്ഷ്യൽ പ്രൊഡക്ട്സുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. നോക്കിക്കേ, ഇവരാണ് ശരിക്കും ആൽഗേസുകളാണ് എന്ത് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് നോക്കിക്കേ, നമ്മുടെ ജലതടാകങ്ങളില് കുഞ്ഞു കുഞ്ഞു മീനുകൾ, അവർക്കൊക്കെ ഭക്ഷണം എവിടെ നിന്ന് കൊടുക്കണേന്നറിയോ? ഈ പറയുന്ന ആൽഗേസുകളാണ് കൊടുക്കുന്നത്. സോ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഫുഡ് ചെയിനിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ, നമ്മുടെ ട്രോഫിക് ലെവലിൽ പഠിച്ചിട്ടില്ലേ, ഏറ്റവും താഴത്തെ താള് അയാളാണ് ആര്? പ്രൈമറി പ്രൊഡ്യൂസേഴ്സുകൾ എന്ന് പറയുന്നത് അല്ലെ. ടെറസ്ട്രിയൽ കേസിലാണെങ്കിൽ നമുക്ക് പ്ലാന്റ്സ് പറയാം, നമ്മുടെ വാട്ടർ പ്ലേസസ് അല്ലെങ്കിൽ നമ്മുടെ അക്വാറ്റിക് റീജിയൻസിലാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? അതാണ് നമ്മുടെ ആൽഗേസ്. അവരാണ് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. അവരെന്താ ചെയ്യുന്നത്? അവര് ജലത്തിലുള്ള മറ്റു ജീവജാലങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് അല്ലെ. ആൻഡ് ഓൾസോ ബേസ്ഡ് ഓൺ ദ ഫുഡ് സൈക്കിൾ ഫോർ ദ എവറി അക്വാറ്റിക് ഓർഗാനിസം അല്ലെ. എല്ലാ അക്വാറ്റിക് ഓർഗാനിസത്തിലുള്ള ഫുഡ് കൊടുക്കുന്നതിന്റെ ബേസിസിൽ അവരെന്താ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ്. ആൻഡ് ഓൾസോ ഇവർ സഹായിക്കുന്ന വേറൊരു കാര്യമാണ് കാർബൺ ഫിക്സേഷൻ. നമ്മുടെ യൂണിവേഴ്സിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർബൺ എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ എന്ത് ചെയ്യുന്നുണ്ട്? അവർ അറ്റ്മോസ്ഫിയറിൽ ഫിക്സ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ദ റെസ്പോൺസിബിൾ ഫോർ ദ അറ്റ്ലീസ്റ്റ് 50% ഓഫ് ദ ടോട്ടൽ കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ ഓൺ എർത്ത് ഈസ് ത്രൂ ഫോട്ടോസിന്തസിസ് അല്ലേ. നമ്മുടെ ഫോട്ടോസിന്തസിസ് പ്രോസസ്സിലൂടെ സഹായിക്കുന്നത് പോലെ ആൽഗേസും ഒരു വലിയ പാർട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കാർബൺ ഫിക്സേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഓക്സിജൻ എൻറിച്ച്മെന്റ്. അതെങ്ങനെയാണ് അല്ലേ? കാരണം നമുക്ക് ഓക്സിജൻ എവിടെ നിന്ന് കിട്ടുന്നു? നമുക്ക് ഓക്സിജൻ ചെടികളിൽ നിന്ന് കിട്ടുന്നു. ചെടികളിൽ നിന്നുള്ള ഫോട്ടോസിന്തസിസ് വഴി നമുക്ക് ഫുഡ് കിട്ടുന്നു. അതേപോലെ തന്നെ അക്വാറ്റിക് ഓർഗാനിസംസിനും ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഓക്സിജൻ റിക്വയർമെന്റ് പ്രാവർത്തികമാക്കുന്നത് ആരാണ്? ഈ ആൽഗേസുകളാണ്. ദേ വിൽ ഇൻക്രീസസ് ദ ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻ ദയർ എൻവയോൺമെന്റ് ആൻഡ് സപ്പോർട്ടിങ് അക്വാറ്റിക് ഓർഗാനിസംസുകളെ സഹായിക്കുന്ന വലിയൊരു ഡ്യൂട്ടിയാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ ആൽഗെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ
നമ്മൾ പറഞ്ഞു നമ്മൾ ഇവർ ആൽഗേസിനെ കഴിക്കും. പായൽ നമ്മൾ തിന്നോ? നമ്മൾ കഴിക്കോടാ. പായലുകളില് ഏറ്റവും കൂടുതൽ അതായത് ഡയറക്റ്റ് ഇൻ ദ ഫോം എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ സീവീഡ് ഒക്കെ ഇല്ലേ, അതൊക്കെ നമ്മുടെ ഈ നമ്മുടെ സൂഷി എന്നൊക്കെ പറയുന്ന സ്ഥലല്ലേ, അല്ലെ ഏറ്റവും ഔട്ടർ പുറമേയുള്ള ഒരു പാർട്ടിയിൽ ഒരു ഗ്രീൻ കളർ സീവീഡ് ഷീറ്റ്, അതൊക്കെ എന്താണ്? പായലാണ് അല്ലേ. ഓക്കെ, അപ്പൊ ഫുഡ് സോഴ്സസുകൾ മറൈൻ സ്പീഷീസുകളാണ് പോർഫൈറ, ലാമിനാറിയ, സർഗാസം, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യപ്പെടുന്ന പായലുകൾ. ഓക്കെ, അതില് 70ഓളം സ്പീഷീസുകൾ എന്താണ്? ഗ്ലോബലി കൺസ്യൂമബിൾ ആയിട്ടുള്ള പായലുകളാണ്. ഓക്കെ, അത് കുറച്ച് എക്സാമ്പിൾസ് ആണ് പൈറോഫൈറ, ലാമിനാറിയ, സർഗാസം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ. ഒരു സെക്കൻഡ് വന്നു. ഓക്കെ, ഇനി നോക്കിക്കേ, നമ്മുടെ ആൽഗയുടെ വേറൊരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ വേറൊരു സവിശേഷതയാണ് എന്ത്? ദേ ആർ ഹൈഡ്രോക്ലോറൈഡ്സുകളാണ്. അതായത് വെള്ളത്തിനെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ലൈക്ക് എ സ്പോഞ്ച്. നമ്മളിപ്പോൾ ഒരു സ്പോഞ്ച് വെള്ളത്തിൽ മുക്കി എന്ത് പറ്റും? അവർ വെള്ളം വലിച്ചെടുക്കും അല്ലെ എന്ന് പറയുന്നത് പോലെ ദേ ക്യാൻ ഓൾസോ എന്താണ്? വാട്ടർ ഹോൾഡിംഗ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളാണ്. ആൻഡ് ഇവര് പല ഇതിലുണ്ട്. ബ്രൗൺ റെഡ്, അതുപോലെ തന്നെ ബ്രൗൺ റെഡ് ആൽഗെ പ്രൊഡ്യൂസ് ലാർജ് എമൗണ്ട് ഓഫ് ദ ഹൈഡ്രോക്ലോറൈഡ്സ്. പല ടൈപ്പ് ആൽഗേസ് ഉണ്ട്, അത് നമ്മളിപ്പോൾ പഠിക്കും. ബ്രൗൺ കളറും റെഡ് കളറിലുള്ള ആൽഗേസുകൾ, ബ്രൗൺ ആൽഗെ, റെഡ് ആൽഗെ, ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ഹൈഡ്രോക്ലോറൈഡ് പ്രോപ്പർട്ടികളും ഉള്ളത്. എന്ന് വെച്ചാൽ എന്താ? വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ള ആൽഗേസുകൾ. ആൻഡ് ആൽഗീൻ എന്ന് പറയുമ്പോൾ ബ്രൗൺ കളറും കെരാജിൻ എന്ന് പറയുമ്പോൾ റെഡ് കളറും കാണിക്കുന്ന ആരാണ്? പായലുകളാണ്. ഓക്കെ, ഇവരുടെ യൂസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവരെ ഇൻഡസ്ട്രീസുകളിൽ എന്താണ് വലിയ വലിയ ഇൻഡസ്ട്രീസുകളിലും കാര്യങ്ങളിലും നമ്മൾ ഇവരെ ജെല്ലിങ്ങും അതുപോലെ തിക്കനിങ് പ്രോപ്പർട്ടീസുകളൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവർക്കൊരു തിക്കനിങ് പ്രോപ്പർട്ടി, ജെല്ലിങ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ. നമ്മൾ ഈ ജെല്ലീസ്, അതുപോലെ ജെല്ലി മിഠായി, അതുപോലെ തന്നെ മറ്റ് കട്ടി കൂടിയ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വലിയ വലിയ ഇൻഡസ്ട്രീസുകളൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു പായലാണ് ആര്? ഒരാളാണ് ആര്? പായൽ, ആൽഗി എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഏതാ? ആൽഗിനും കെരാജിനുമാണ്. ആൽഗിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബ്രൗൺ ആൽഗയും കെരാജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാ? റെഡ് ആൽഗയുമാണ്. ഓക്കെ, ഇനി നോക്കിക്കേ, അടുത്തൊരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ ആൽഗയുടെ അഗാർ എന്ന് പറയുന്നത്. അഗാർ നിങ്ങൾ ചിലപ്പോൾ ഇപ്പൊ കേട്ടു തുടങ്ങിയിട്ടുണ്ടാവും. അഗാർ പൗഡർ, ജലാറ്റിൻ പൗഡർ കണ്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു കെമിക്കൽ അല്ല, നമ്മൾ കെമിക്കൽ ഇൻഡസ്ട്രീസ്, പ്രത്യേകിച്ച് നമ്മുടെ കുറേ ലബോറട്ടറി പ്രാക്ടീസസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ആര്? അഗാർ എന്ന് പറയുന്നത്. ഇവരുടെ കൊമേഴ്ഷ്യൽ യൂസ് തന്നെ എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ ജെല്ലിങ്ങും തിക്കനിങ്ങുമാണ്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ലബോറട്ടറീസിൽ യൂസ് ചെയ്യുന്നു പറഞ്ഞു. ഒരു പ്രത്യേക ലബോറട്ടറി വിഭാഗമുണ്ട്, മൈക്രോബയോളജി. അതായത് നമ്മുടെ കുഞ്ഞു മൈക്രോ ഓർഗാനിസംസ് ഇല്ലേ, അവരെ പറ്റിയിട്ടുള്ള സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസ്, ഫുഡ് ഇൻഡസ്ട്രി, അതുപോലെ തന്നെ മറ്റ് ഇൻഡസ്ട്രീസുകളിലൊക്കെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയിൽ കീടാണു ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കീടാണുക്കളെ വളർത്തി അത് ഇത്ര പ്രശ്നമുള്ള കീടാണു ആണോ എന്ന് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോൾട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് ഉണ്ട്. ആ സോൾട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരാളാണ് ആര്? അഗാർ എന്ന് പറയുന്നത്. കമേഴ്ഷ്യൽ യൂസ് ജെല്ലിങ് ആൻഡ് തിക്നിങ് ആണ്. മൈക്രോബയോളജിയിലാണെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സോളിഡ് മീഡിയ. നമ്മുടെ നിങ്ങൾ പെട്രി ഡിഷ് കണ്ടിട്ടില്ലടാ? പെട്രി ഡിഷിൽ ഒരു അതായത് ഗ്ലാസ് പ്ലേറ്റ്, ആ ഗ്ലാസ് പ്ലേറ്റിൽ നമ്മൾ ഈ അഗാർ ഒരു പ്രത്യേക അളവിൽ വാട്ടറിൽ എന്ത് ചെയ്യും? മിക്സ് ചെയ്ത് ചൂടാക്കും. തിളപ്പിക്കില്ല, ജസ്റ്റ് ചൂടാക്കും. സ്റ്റെറിലൈസ് ചെയ്യാന്ന് പറയും. എന്നിട്ട് ആ സൊല്യൂഷൻ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ എന്താവും? കുറച്ചു നേരം വെക്കുമ്പോഴേക്കും ഇവരെന്താവും? സോൾഡിഫൈഡ് ഫോമായി മാറും. എന്നിട്ട് അതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞ ഈ ഓരോ ഇപ്പൊ യൂറിൻ ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ യൂറിൻ ഇനോക്കുലേഷൻ ലൂപ്പ് ഇല്ലേ, ആ ലൂപ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് പിക്കപ്പ് ചെയ്തിട്ട് സ്ട്രീക്ക് ചെയ്ത് വിടും. ഇങ്ങനെ ഒരു നമ്മുടെ ഈ അഗാർ പ്ലേറ്റിൽ ഒന്നുകിൽ ഇങ്ങനെ സിക്സ് ആക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ക്വാഡ്രന്റ് സ്ട്രീക്കിംഗ്, അതുപോലെ തന്നെ ടീ സ്ട്രീക്കിംഗ് എന്നൊക്കെ പറയും. ഇങ്ങനെ ചെയ്യുന്ന പല ടൈപ്പ് സ്ട്രീക്കിങ്ങിലൂടെ നമ്മൾ എന്ത് ചെയ്യും? മൈക്രോ ഓർഗാനിസംസുകളെ എന്ത് ചെയ്യും? നമ്മൾ വളർത്തിയെടുക്കും. ഓക്കെ, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫുഡ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന, നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ ജെല്ലീസ് അല്ലെ, ജെല്ലിങ് പ്രോപ്പർട്ടി ആണ് ജെല്ലുകൾ. അതുപോലെ തന്നെ ഐസ്ക്രീം, പിന്നാര നമ്മുടെ ജെല്ലീസുകൾ, ഇതിലൊക്കെ ആര് യൂസ് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന അഗാറായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഫുഡ് ഇൻഡസ്ട്രി കഴിഞ്ഞാൽ
പിന്നെ നമ്മൾ അഗാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമുക്കാണെങ്കിൽ ഇപ്പോൾ ഭക്ഷണമൊക്കെ ഇല്ലെങ്കിൽ കുറച്ച് ദിവസമൊക്കെ നമുക്ക് സർവൈവ് ചെയ്യാം. പിറ്റേ ദിവസം ആകുമ്പോൾ ആരെങ്കിലും വന്ന് പറയും അയ്യോ ഭക്ഷണം ഇല്ല എന്ന് നിങ്ങൾ തരാടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ അയൽവാസീസൊക്കെ നമ്മളെ സഹായിക്കും അല്ലേ. പക്ഷേ ഇതുപോലെ സഹായം കിട്ടാത്ത വേറൊരു സ്ഥലമുണ്ട്, എവിടെയാ? അങ്ങ് സ്പേസിൽ. അപ്പോൾ ഈ ബഹിരാകാശ സന്ദർശകർ അല്ലെങ്കിൽ സഞ്ചാരികൾ അവർ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളൊക്കെ എടുത്താണല്ലേ അവിടെ എത്തുന്നത്. അവിടെ എത്തി അവർക്ക് സർവൈവ് ചെയ്യാനുള്ള ഒരു ഫുഡ് സപ്ലിമെന്റ് ആയിട്ട് നമ്മൾ ആര് യൂസ് ചെയ്യാറുണ്ട്? ഈ ആൽഗെ കോമ്പണൻസുകൾ യൂസ് ചെയ്യാറുണ്ട്. ക്ലോറല്ല അങ്ങനത്തെ ഒരു ആളാണ് ക്ലോറല്ല, ഒരു ആൽഗയാണ്. അവരെന്ന് പറഞ്ഞാൽ റിച്ച് ഇൻ പ്രോട്ടീൻ ആണ്. അതായത് ജസ്റ്റ് സപ്ലിമെന്റ്, ഒരു ഗുളിക പോലെ ഇരിക്കത്തുള്ളൂ. അവർക്ക് നല്ല ഒരു എന്താണ് എനർജി ഒരു പവർ പാക്ക് ആണ്. നല്ല പ്രോട്ടീനും എനർജിക് ആയിട്ടുള്ള ക്ലോറല്ല. അതുപോലെ തന്നെ ഹൈലി ന്യൂട്രീഷ്യസ് വാല്യൂ ഉള്ളതും വളരെ കോമ്പാക്റ്റബിൾ സൈസുമായിട്ടുള്ള ഫോമിൽ ഈ പറയുന്ന ആൽഗീസുകളെ സ്പേസിൽ പോകുന്ന നമ്മുടെ ആസ്ട്രോളജിസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് വിൽ ബി കൺസ്യൂംഡ്. ഓക്കെ, സോ അതാണ്, ഇത്രയുമാണ് എന്ത് നമ്മുടെ അഗാറിന്റെ എന്താ പറയാ അഗാറിന്റെ പ്രോപ്പർട്ടീസുകളും അഗാറിന്റെ ക്യാരക്ടേഴ്സും കാര്യങ്ങളും. അപ്പൊ നമ്മൾ കുറച്ചു മുന്നേ നമ്മുടെ എവിടെയായിരുന്നു? നമ്മുടെ പോകൂ നമ്മൾ ഇവിടെ പറഞ്ഞായിരുന്നല്ലേ, എവിടെയാ പറഞ്ഞേ? ഓക്കെ, റീപ്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ഇവിടെ അല്ലല്ലോ. ഹൈഡ്രോക്ലോറൈഡ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മളുടെ അഗാർ അല്ലെങ്കിൽ നമ്മുടെ ആൽഗെ. ഓക്കെ, ആൽഗേസുകള് രണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞല്ലേ, റെഡ് ആൽഗെ ബ്രൗൺ ആൽഗെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആൽഗേസുകൾ മെയിൻ ആയിട്ട് 3 ക്ലാസിഫിക്കേഷൻ ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, ബേസ്ഡ് ഓൺ ദെയർ പിഗ്മെന്റ്. അല്ലെങ്കിൽ നമുക്ക് അറിയാലേ ആൽഗേസ് എന്ന് പറഞ്ഞാൽ എന്താ? പച്ചപ്പായലാണല്ലേ. പച്ച കളർ പായൽ മാത്രമാണോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, നമുക്ക് വേറെ പല ടൈപ്പ് ഓഫ് കളേഴ്സ് ഓഫ് പായൽസ് ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ അടുത്തത് എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിക്ക് മുന്നേ നമുക്ക് ഒന്നും കൂടി ഇവരെ നമുക്കൊന്ന് എന്താ പറയാ ഓടിച്ചൊന്ന് പറയാം. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് പോകൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ആൽഗേനെ പറ്റി പറഞ്ഞു. ആൽഗെ എന്ന് പറയുന്നത് ക്ലോറോഫിൽ ബെയറിംഗ് ആയിട്ടുള്ള ഒരു പ്ലാന്റിൽ വരുന്ന ആൾക്കാരാണ് ആര്? ആൽഗേസുകൾ എന്ന് പറയുന്നത്. അവർക്കൊരു സിമ്പിൾ ടാലോയിഡ് സ്ട്രക്ചേഴ്സുകളായിരിക്കും. ഓക്കെ, ദീസ് ആൽഗേസ് ആർ ക്ലോറോഫിൽ ബെയറിംഗ്, സിമ്പിൾ ആണ്, ടാലോയിഡ്, ഓട്ടോട്രോഫിക്, അതുപോലെ തന്നെ ലാർജ്ലി അക്വാറ്റിക് ആയിട്ടുള്ള മോയ്സ്റ്റ് സ്റ്റോണില്, സോയിലില്, അതുപോലെ വുഡ്സില്, പല സൈസില് പല ഷേപ്പില് കാണപ്പെടുന്ന ആൾക്കാരാണ് ആര്? ആൽഗേസുകൾ എന്ന് പറയുന്നത്. അവർ കൊളോണിയൽ ഫോമും ഉണ്ട്, ഫിലമെന്റസ് ഫോമും ഉണ്ട്. കൊളോയിനൽ ആണെങ്കിൽ എക്സാമ്പിൾ വോൾവോയും, അതുപോലെ തന്നെ ഫിലമെന്റസ് ആണെങ്കിൽ സ്പൈറോഗൈറ അഥവാ ഉലോത്രിക്സുകൾ എന്ന് പറയുന്ന 2 ഓർഗാനിസംസിനെ നമുക്ക് പറയാം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ റീപ്രൊഡക്ഷൻ. അവരുടെ റീപ്രൊഡക്ഷൻ മെയിൻ ആയിട്ട് 3 രീതിയിലും സാധ്യമാവുന്നുണ്ട്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഫ്രാഗ്മെന്റേഷൻ വഴിയായിട്ട് ഓരോ ഡിഫറെന്റ് ടാലസുകളായിട്ട്, ഹ്യൂമൻസിന്റെ കേസിലാണെങ്കിൽ ഇത് സെല്ലായിട്ട് മാറും അല്ലെ. പക്ഷെ ആൽഗയുടെ കേസിൽ എന്താ? ഓരോ വ്യത്യസ്തമായ ടാലസുകളായിട്ടാണ് മാറുന്നത്. പിന്നീട് അതൊരു മെച്ചോർഡ് ടാലോയിഡ് ഫോമായി മാറും. പിന്നീട് അവർ പിന്നെ ഫ്രാഗ്മെന്റേഷൻ നടത്തി ടാലസുകളായി മാറും. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദി അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഏതാണ്? അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഈ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് സാധ്യമാവുന്നത്? സൂസ്പോസുകൾ വഴിയാണ്. ആൻഡ് ദേ ഹാവിങ് എന്താണ് ഒരു വലിയൊരാളുണ്ടല്ലോ, ഫ്ലെജല്ല, നമ്മുടെ മൂവിങ് ആയിട്ടുള്ള ഒരു ബോഡി പാർട്ട് അവർക്ക് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീങ്ങാൻ, ചലനത്തിന് സഹായിക്കുന്നുണ്ട്. ആൻഡ് ദ തേർഡ് ടൈപ്പ് ഈസ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് സാധ്യമാവുന്നത്? ഇവരുടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹ്യൂമൻസിനെ പോലെ 2 ഗാമേറ്റ്സുകളുടെ ഫ്യൂഷൻ ആണ്. അതിൽ തന്നെ 3 ടൈപ്പ് വരുന്നുണ്ട്. ഈ 2 ഗാമേറ്റുകളും ഒരേ സൈസും ഫ്ലെജലേറ്റഡും ആണെങ്കിൽ അവരേതാണ്? ഫസ്റ്റ് വൺ ആയിട്ടുള്ള ഐസോഗ്യാമസ്. ഐസോഗ്യാമസ്. ഒരേ ആൾക്കാര് ഒരേ ഷേപ്പിലിരിക്കുന്ന ഫ്ലെജലാസുകളുള്ള ആൾക്കാർ തമ്മിൽ മേറ്റ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് ഐസോഗ്യാമസ്. അതേസമയം ഗാമേറ്റ്സുകൾ 2 പേരും ഡിസിമിലർ ഇൻ സൈസ് ആണെങ്കിൽ അങ്ങനെ ഫ്യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫ്യൂഷൻ അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ഇത് അനിസോഗ്യാമസ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ദി oogamous. എന്താണ് oogamous? oogamous is the fusion of
ലാർജ് നമ്മുടെ ഹ്യൂമൻസിനെ പോലെ വലിയൊരു നോൺ മോട്ടൈൽ ആയിട്ടുള്ള ഫീമെയിൽ ഗാമേറ്റും അതുപോലെ തന്നെ ചെറിയൊരു മോട്ടൈൽ ആയിട്ടുള്ള മെയിൽ ഗാമേറ്റ്സുകളുമാണ് ആർക്കുള്ളത്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഫ്യൂഷൻ ആണ് ആൽഗേസുകളിലുള്ള ഊഗ്യാമസിൽ വരുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദി എൻവയോൺമെന്റൽ ഇമ്പാക്ട്. എന്തൊക്കെയാണ്? അവരൊരു പ്രൈമറി പ്രൊഡ്യൂസർ ആണ്, അതുകൊണ്ട് തന്നെ അക്വാറ്റിക് റീജിയനിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ആളാണ്. ഒന്നെന്താണ്? ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? എന്തൊക്കെയാണ്? ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കാർബൺ ഫിക്സേഷൻ, അതായത് ഫോട്ടോസിന്തസിസ്. ഓക്കെ, പിന്നെ എന്താണ്? ഓക്സിജൻ എൻറിച്ച്മെന്റ്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഓക്സിജൻ ആവശ്യം കാര്യങ്ങളൊക്കെ ആര് കൊടുക്കുന്നുണ്ട്? നമ്മുടെ പായലുകൾ അഥവാ ആൽഗേസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് നോക്കിക്കേ, അടുത്ത ഇതാണ് ഫുഡ് സോഴ്സ് അല്ലേ? മറൈൻ സ്പീഷീസുകളിൽ തന്നെ ഒരുപാട് വെറൈറ്റീസുകൾ നമുക്ക് കഴിക്കാൻ പറ്റും. അതിൽ 70ഓളം സ്പീഷീസുകൾ കൺസ്യൂമബിൾ ആണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദി കൊളോയിഡ്സുകൾ എന്ന് പറയുന്ന ആളാണ് അല്ലേ? ഹൈഡ്രോകൊളോയിഡ്സ്. ഓക്കെ, ഈ ഹൈഡ്രോകൊളോയിഡ്സുകളെ സംബന്ധിച്ച് വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസുകളാണ് അല്ലേ? പ്രോപ്പർട്ടി ഉള്ള ഒരാളാണ്. റെഡും ബ്രൗണും ആയിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഹൈഡ്രോക്ലോറൈഡുകളിൽ ഉൾപ്പെടുന്നത്. ബ്രൗൺ ആണെങ്കിൽ എന്താ? ആൽജിൻ എന്ന് പറയുന്ന ആളും ആൽഗിൻ എന്ന് പറയുന്ന ആളും, റെഡ് ആണെങ്കിൽ കരാഗിൻ എന്ന് പറയുന്ന ആളുമാണ് ഉള്ളത്. ഇവരുടെ യൂസസ് എന്താ? ജെല്ലും തിക്കനിങ് പ്രോപ്പർട്ടീസ് ഒക്കെയാണ് ഇവർ കാണിക്കുന്ന ഒരു സവിശേഷത എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് ദി അഗാർ അല്ലേ? അവർ കമേഴ്ഷ്യൽ പ്രൊഡക്ട്സുകൾക്ക് വേണ്ടി മൈക്രോബയോളജി ലബോറട്ടറീസിൽ അതുപോലെ തന്നെ സ്പേസ് സപ്ലിമെന്റ്സുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണ് ആര്? ഈ പറയുന്ന അഗാർ എന്ന് പറയുന്ന ആള്. നൗ വി ക്യാൻ മൂവ് ടു ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗെ. ആൽഗയുടെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ആകെ മൂന്ന് ക്ലാസിഫിക്കേഷന് ആൽഗയുടെ അണ്ടറിൽ വരുന്നുള്ളൂ. ഓക്കെ, ബേസ്ഡ് ഓൺ എന്തിന്റെ ബേസിസിലാണ്? ബേസ്ഡ് ഓൺ ദ പിഗ്മെന്റ്. നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? ഇവരെന്താണ്? ക്ലോറോഫിൽ ബെയറിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്. ക്ലോറോഫിൽസ് ആക്ച്വലി എന്താണ്? കളർ പിഗ്മെന്റ്സുകളാണ് അല്ലേ? അപ്പൊ നോക്കിക്കേ, അവരുടെ ബേസിലും ക്യാരക്ടേഴ്സിലും ഈ ആൽഗേസുകൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലോറോഫൈസിയെ, ഫേസോഫൈസിയെ ആൻഡ് റോഡോഫൈസിയെ. ഓക്കെ, ഫിയോഫൈസിയെ. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഓരോ ആൾക്കാരെ വെച്ച് നോക്കാം. ആൻഡ് വി ആർ ഗോയിങ് ടു ഫസ്റ്റ് ഡിസ്കസ് അബൌട്ട് ദി ക്ലോറോഫൈസിയെ. ആ ക്ലോറോയിൽ തന്നെ ഉണ്ട് അല്ലേ? ക്ലോറോഫിൽ ആണ് അല്ലേ? ക്ലോറോ അതിൽ തന്നെ ഉണ്ട്. പെണ്ണൊന്നും എടുത്തോട്ടെ. ഓക്കെ, അതിൽ തന്നെ ഉണ്ട് എന്താണ്? അവര് ഗ്രീൻ കളേർഡ് ആയിട്ടുള്ള ആൽഗീസുകളായിരിക്കും. ആൻഡ് ദേ ആർ യൂണിസെല്ലുലാർ ആണ്, കൊളോണിയൽ ആണ്. കൊളോണിയൽ എന്ന് ചോദിച്ചെന്താ? കൂട്ടമായിട്ട് കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ആളാണ്, ആൽഗയാണ് ആര്? ക്ലോറോഫൈസി എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ ഫിലമെന്റേഴ്സും ആയിരിക്കും. എങ്ങനെയാണ്? നല്ല തണ്ടോട് നീണ്ടു നിവർന്നിരിക്കുന്ന, നല്ല വാല് പോലെ മുത്തുമാല പോലെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. ആൻഡ് ദേ ഹാവ് എ ഗ്രീൻ കളർ ക്ലോറോഫിൽ ആയിട്ടുള്ള എ ആൻഡ് ബി ആണ് ആർക്കുള്ളത്? ക്ലോറോഫൈസിയേക്കുള്ളത്. ആൻഡ് ഇവരെവിടെയായിരിക്കും ലൊക്കേറ്റഡ് ആയിരിക്കുക? നമ്മുടെ ഉള്ളിലൊരു സാധനം, കുറെ കോയിൻസുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു. ഇത് നിരത്തി വെച്ച കോയിൻസുകൾ പിന്നെയും കണക്ട് ചെയ്തിരിക്കുന്നു, പിന്നെയും ഇതിങ്ങനെ വെക്കുന്നു. എന്താ സാധനം? ക്ലോറോപ്ലാസ്റ്റുകൾ അല്ലേ? അപ്പോ ക്ലോറോപ്ലാസ്റ്റിലാണ് ആര് ലൊക്കേറ്റഡ് ആയിരിക്കുന്നത്? നമ്മുടെ ക്ലോറോഫൈസി എന്ന് പറയുന്ന ഗ്രീൻ കളർ ആൽഗേസുകൾ. ഓക്കെ, ഗ്രീൻ ആൽഗേകൾ യൂണിസെല്ലുലാർ ആണ്, കൊളോണിയൽ ആണ്, ഫിലമെന്റേഴ്സ് ആണ്. ദെൻ ഇവരെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ക്ലോറോപ്ലാസ്റ്റുകളാണ്. നൗ ക്ലോറോപ്ലാസ്റ്റ് മേ ഡീകോയിഡ് ആവാം, പ്ലേറ്റ് ലൈക്ക് ആവാം, റെക്ടിക്കുലേറ്റ് ആവാം, കപ്പ് ഷേപ്ഡ് ആവാം, അതുപോലെ സ്പൈറൽ ആവാം, റിബൺ ഷേപ്പ് ആവാം. ഇതൊന്നും പോരാതെ പല ഡിഫറെന്റ് രീതിയിൽ കാണപ്പെടുന്ന ഒരാളാണ് ആര്? നമ്മുടെ ക്ലോറോഫൈസി എന്ന് പറയുന്നത്. അപ്പൊ ക്ലോറോഫൈസിയുടെ ഷേപ്പ് എടുത്ത് നോക്കിയാൽ പല ഷേപ്പിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ഡൈക്കോയിഡ്, ഇങ്ങനെ രണ്ടെണ്ണമായിട്ട് കാണാം. അല്ലെങ്കിൽ എങ്ങനെയാണ്? പ്ലേറ്റ് ലൈക്ക് ആയിട്ട് ഇങ്ങനെ ഒരു പരന്ന രീതിയിൽ കാണാം. ദെൻ എന്താ? റെക്ടിക്കുലേറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ കപ്പ് ഷേപ്ഡ് ആയിരിക്കാം. അല്ലെങ്കിൽ എന്താ? സ്പൈറൽ ഷേപ്പിൽ കാണാം. അതും അല്ലെങ്കിൽ എങ്ങനെയാ? ഇങ്ങനെ റിബൺ ഷേപ്പിലും ആരെ കാണാം? നമുക്ക് നമ്മുടെ ക്ലോറോഫൈസിയനെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് നോക്കിക്കേ, പൈറിനോയിഡ്സ് എന്ന് പറയുന്ന ഒരാള് ആർക്കുണ്ട്? ക്ലോറോഫൈസിയൊക്കെ ഉണ്ട്. പൈറിനോയിഡ്സ് എന്ന് പറഞ്ഞ എന്താ? നമ്മളുടെ വീട്ടിൽ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പോലെ ഇവരുടെ ബോഡിയിൽ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആളാണ് ആര്? സ്റ്റോറേജിങ് ബോഡിയാണ് ആര്?
പൈറിനോയിഡ്സുകൾ എന്ന് പറയുന്നത്. അവർ മെയിൻലി അവിടെ എന്തൊക്കെയാ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? അവരവിടെ അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസുകളും അതുപോലെ തന്നെ സ്റ്റാർച്ചും അവരെന്ത് ചെയ്യുന്നുണ്ട്? അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ക്ലോറോഫൈസി എന്ന് പറയുമ്പോൾ അതില് പൈറിനോയിഡ്സ് അഥവാ പിനോയിഡ്സുകൾ എന്ന് പറയുന്ന ഒരാളുണ്ട്. അവരെന്താ ചെയ്യുന്നത്? ദേ ആർ ദ സ്റ്റോറേജ് ബോഡി ഓഫ് ദി ക്ലോറോഫൈസിയെ. അതിൽ മെയിൻ ആയിട്ട് അവർ പ്രോട്ടീനും അതുപോലെ തന്നെ സ്റ്റാർച്ചുമാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, നൗ ഇവരുടെ ഈ സ്റ്റോർഡ് ഫോംസുകൾ പൊതുവെ എങ്ങനെയാണെന്ന് അറിയോ? ഓയിൽ ഡ്രോപ്ലെറ്റ്സുകളായിട്ടായിരിക്കും എന്ത് ചെയ്യുക? സ്റ്റോർഡ് ഫോം. ഇതിപ്പോ സ്റ്റോറേജ് ചെയ്യുന്ന സാധനങ്ങളാണ് എന്ത്? പ്രോട്ടീനും നമ്മുടെ സ്റ്റാർച്ചും. അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഫോം എങ്ങനെയാണ്? ഓയിൽ ഡ്രോപ്ലെറ്റ്സുകളായിരിക്കും. ഓയിൽ ഡ്രോപ്ലെറ്റ്സ്. ഓക്കെ, ഈ ഓയിൽ ഡ്രോപ്ലെറ്റ്സുകൾ വെച്ചിരിക്കും. അതുകൊണ്ടിട്ടാണ് പായലിന് ആ ഒരു വഴുവഴുപ്പ് അല്ലെങ്കിൽ ഒരു തെന്നൽ എന്തുണ്ടാവുന്നത്? പായലുകൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, ദെൻ ഇവരുടെ പച്ച കളർ പായൽ എപ്പോഴും ഒരു തെന്നലാണല്ലേ. ദെൻ ഇവരുടെ സെൽ വോൾ എന്ന് പറയുന്നത് വളരെ റിജിഡ് ആയിട്ടായിരിക്കും. നല്ല കട്ടിയുള്ള നല്ല ബലമുള്ള സെൽ വോൾസുകളായിരിക്കും. ആൻഡ് ദെയർ സെൽ വോൾസ് ആർ made up of cellulose and pectose. ഓക്കെ, ഇവരുടെ സെൽ വോൾ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? സെല്ലുലോസും ഉണ്ട്, പെക്ടോസും ഉണ്ട്. ഈ സെല്ലുലോസ് എന്ന് പറയുന്നത് അവരുടെ ഇന്നർ ലെയറും അതുപോലെ തന്നെ പെക്ടോസ് എന്ന് പറയുന്നത് ഔട്ടർ ലെയറുമായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഒന്നും കൂടി പറയാം. ക്ലോറോഫൈസി എന്ന് പറയുമ്പോഴേക്കും ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ആൽഗെ വിച്ച് ഈസ് കോമൺലി നോൺ ആസ് ഗ്രീൻ ആൽഗെ. അവർ യൂണിസെല്ലുലാർ ആണ്, അതുപോലെ തന്നെ കൊളോണിയൽ ആണ്, ഫിലമെന്റേഴ്സ് ആണ്, ക്ലോറോപ്ലാസ്റ്റുകളിലാണ് ഇവർ കാണപ്പെടുന്നത്. അവരിലുള്ള ക്ലോറോഫിൽസുകൾ ഏതാ? ക്ലോറോഫിൽ എ ആൻഡ് ബി ആണ്. ദെൻ എന്താ? ഇവര് ക്ലോറോപ്ലാസ്റ്റുകളിലാണ് കാണപ്പെടുന്നത്. അവരെന്തൊക്കെ ഷേപ്പിലായിരിക്കാം? കപ്പ് ഷേപ്പ് ആയിരിക്കാം, റെക്ടിക്കുലേറ്റ് ആയിരിക്കാം, റിബൺ ആയിരിക്കാം, അതുപോലെ തന്നെ ഡൈക്കോഡ് ആയിരിക്കാം, പ്ലേറ്റ് ലൈക്ക് സ്ട്രക്ചേഴ്സുകളായിരിക്കാം. ഓക്കെ, ഓരോ സ്പീഷീസിനും ഓരോ ടൈപ്പ് ഓഫ് എന്താണ് ഇതായിരിക്കും. ദെൻ അവരുടെ ബോഡിയുടെ സ്റ്റോറേജ് പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൈറിനോയിഡ്സുകൾ എന്ന് വിളിക്കുന്നത്. ആൻഡ് അവർ സ്റ്റോർ ചെയ്യുന്ന സാധനങ്ങൾ പ്രോട്ടീനും സ്റ്റാർച്ചുകളുമായിരിക്കും ഇൻ ദ ഫോം ഓഫ് ഓയിൽ ഡ്രോപ്ലെറ്റ്സ്. അതുകൊണ്ടിട്ടാണ് എന്ത് പച്ചപ്പായകൾക്ക് ഒരു വഴുവഴുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ദെയർ സെൽ വോൾ ഈസ് റിയലി റിജിഡ് ആണ്. അവരുടെ ഔട്ടർ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് വെച്ചിട്ടും ഇന്നർ പാർട്ട് എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്? പെക്ടോസ് വെച്ചിട്ടുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, സോ അപ്പൊ അത്രേ ഉള്ളൂ എന്താ ക്ലോറോഫൈസി എന്ന് പറയുന്നവരുടെ ക്യാരക്ടേഴ്സ്. ഇനി നമുക്ക് എന്താണ് അവരുടെ റീപ്രൊഡക്ഷൻ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ റീപ്രൊഡക്ഷൻ അടുത്തത് ഡിസ്കസ് ചെയ്യാം. സോ അതാ നോക്കിക്കേ, നമ്മളുടെ ആൽഗേസുകളിലെ ക്ലോറോഫൈസിയുടെ റീപ്രൊഡക്ഷൻ ആണ് നമ്മൾ നോക്കാൻ പോണേ കേട്ടോ. മെയിൻലി ഇവരും 3 രീതിയിൽ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞതുപോലെ ഫ്രാഗ്മെന്റേഷൻ തന്നെയാണ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആകുമ്പോൾ എന്താ? ഫ്ലെജലേറ്റഡ് ആയിട്ടുള്ള സൂസ്പൂസുകൾ വെച്ചിട്ട് തന്നെയാണ് ഇവരുടെ റീപ്രൊഡക്ഷൻ. നമ്മൾ കോമൺലി ആയിട്ട് ആൽഗേസുകളുടെ റീപ്രൊഡക്ഷൻ പറഞ്ഞില്ലേ, അത് തന്നെ. ദെൻ ഇവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെ തന്നെയാണ്? ഐസോഗ്യാമസ്, അനിസോഗ്യാമസ്, സൂഗ്യാമസ്. ഐസോഗ്യാമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേപോലത്തെ സിമിലർ ആയിട്ടുള്ള ഗ്യാമേറ്റ്സുകളുടെ ഫ്യൂഷൻ ആണ്. അവർക്ക് എന്തുകൂടി ഉണ്ടാവും? ഫ്ലജലാസും ഉണ്ടാവും. അനിസോഗ്യാമസ് എന്ന് പറയുമ്പോൾ ഒരാൾ വലുത്, അതായത് ഡിസിമിലർ സൈസ് ആയിരിക്കും, രണ്ടുപേരെ 2 സൈസ്ഡ് ആയിരിക്കും. ആൻഡ് ഊഗ്യാമസിന്റെ കേസിലാണെങ്കിൽ എന്താ? ലാർജ് ആയിട്ടുള്ള നോൺ മോട്ടൽ ആയിട്ടുള്ള ഒരു ഫീമെയിൽ ഗാമീറ്റും മോട്ടൈൽ ആയിട്ടുള്ള സ്മോൾ ആയിട്ടുള്ള ഒരു മെയിൽ ഗാമേറ്റ് വിത്ത് ഫ്ലജല, മോട്ടൈൽ ആയിട്ടുള്ള ആൾക്കാരും ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ആരുടെ റീപ്രൊഡക്ഷൻ നടക്കുന്നത്? നമ്മുടെ ആരാണ്? ക്ലോറോഫൈസിയുടെ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, ഇനി നമുക്ക് അടുത്ത ആളാണ് ആര്? ഫയോഫൈസിയെ. ഓക്കെ, ഈ ഫയോഫൈസി എന്ന് പറയുമ്പോഴേക്കും ഇവരെന്ന് പറഞ്ഞാൽ ബ്രൗൺ കളേർഡ് ആൽഗയാണ്. നമ്മുടെ ക്ലോറോഫൈസി എന്ത് കളറായിരുന്നു? ഗ്രീൻ ആയിരുന്നു അല്ലെ. ഗ്രീൻ ആൽഗേസുകളാണ് നമ്മൾ കോമൺലി നമ്മൾ അവരെ വിളിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന നമ്മുടെ ഫയോഫൈസിന്റെ കേസിലാണെങ്കിൽ ദേ ആർ ബ്രൗൺ ആൽഗെ. എന്ത് കളറാണ്? ദേ ആർ ഇൻ ബ്രൗൺ കളറിലാണ് ആര്? ഈ ഫയോഫൈസികൾ എന്ന് പറയുന്നത്. പോയോടാ? പോയില്ല, വന്നു. ഓക്കെ, ഇവര് കൂടുതലും മറൈൻ ഹാബിറ്റാറ്റുകളിലാണ് കാണുന്നത്. നമ്മുടെ ക്ലോറോഫൈസി എവിടെയായിരുന്നു?
അക്വാട്ടിക്, അതായത് നല്ല ഫ്രഷ് വാട്ടറിലാണ് അവർ കൂടുതലും കാണുന്നത് അല്ലേ. പക്ഷേ ഫയോഫൈസി എന്ന് പറയുമ്പോഴേക്കും അവർ കുറച്ചും കൂടെ ഹയർ ആയിട്ടുള്ള, ഇച്ചിരിയും കൂടെ ഒഴുക്ക് കൂടുതലുള്ള മറൈൻ റീജിയനുകളിലാണ് ആര് കാണുന്നത്, ഈ ഒരു ടൈപ്പ് ഓഫ് ആൽഗേസുകൾ കാണുന്നത്. ആൻഡ് ഇവർക്കും ഇതുപോലെ തന്നെ വേരിയസ് സൈസും ഷേപ്പിലൊക്കെ ആരും കാണുന്നുണ്ട്, നമ്മുടെ ഈ ഫയോഫൈസിയെ കാണുന്നുണ്ട്. ഇവരുടെ ബോഡി എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആണ്, അതുപോലെ തന്നെ ബ്രാഞ്ചഡ് ആണ്, ഫിലമെന്റേഴ്സ് ആയിട്ട് പ്രൊഫ്യൂസ്ലി എന്താണ് ബ്രാഞ്ചഡ് ആണെങ്കിൽ അവര് നമ്മൾ ഒരു പേര് വിളിക്കും, ഒരു ഫോം ഉണ്ട്, അതാണ് എന്ത്, കെൽപ്സുകൾ എന്ന് പറയുന്നത്. കെൽപ്പ് എന്നൊക്കെ പറയില്ല നമ്മള്, നല്ല കെൽപ്പാണ് അല്ലെങ്കിൽ ഹെൽപ്പിന്റെ ഫ്രണ്ടിൽ എച്ച് മാറ്റി കേട്ടാൽ മതി, അപ്പൊ ആ വേർഡ് ആയിക്കോളൂ കേട്ടോ. അപ്പൊ എന്താണ്, സിമ്പിളി ബ്രാഞ്ചഡ് ഫിലമെന്റേഴ്സ് തൊട്ട്, അതായത് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ബ്രാഞ്ചഡ് ആയിട്ടുള്ള ബ്രൗൺ ആൽഗി തൊട്ട് എന്താണ് വളരെ പ്രൊഫ്യൂസ്ഡ് ബ്രാഞ്ചിങ്, അതായത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചേഴ്സുകളായ കെൽപ്സ് ഫോം വരെ, കെൽപ്സ് ഫോമുകളിലും ആരെ കാണാം, ഫയോഫൈസി എന്ന് പറയുന്ന ആളെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നൗ എന്താണ്, ഇവരുടെ ഹൈറ്റ് ഏകദേശം 100 മീറ്ററുകൾ വരെ ഇവർ എന്ത് ചെയ്യാം, ഗ്രോ ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്, ഫയോഫൈസിക്ക് ഉണ്ട്. ആൻഡ് ദേ ഹാവിങ് ക്ലോറോഫിൽ എയും സിയും, അവിടെ ആരായിരുന്നു, എയും ബിയും ആയിരുന്നു. ഇവിടെ എയും സിയും കാരോട്ടിനോയിഡ്സ്, സാങ്തോഫിൽസ് ഒക്കെയാണ് ആരിൽ കാണുന്നത്, ഫയോഫൈസി എന്ന് പറയുന്ന ഈ പറയുന്ന ആൽഗേസുകളിൽ പ്രസന്റ് ആയിട്ടുള്ളത്. ആൻഡ് ബ്രൗൺ ബേസ്ഡ് ഓൺ ദി സാങ്തോഫിൽ പിഗ്മെന്റ്, അതായത് സാങ്തോഫിൽ പിഗ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ബ്രൗൺ ബേസ്ഡ് ആയിട്ടുള്ള കളേഴ്സ്. അവിടെ നിന്ന് ഇങ്ങനെ ഓരോ വേരിയന്റ് ബ്രൗൺ കളറിന്റെ ഇങ്ങനെ എന്താണ് ഒരു വേരിയേഷൻ വരും. ഒലിവ് ഗ്രീന് തൊട്ട് വേരിയസ് ഷെയ്ഡ്സ് ഓഫ് ബ്രൗണിലേക്കാണ് ഇവർ വരുന്നത്. അതായത് ഫയോഫൈസി മറ്റേ ഡയറക്റ്റ് ഗ്രീൻ ആയിരുന്നു, പക്ഷെ ഇവർക്ക് ഒരു ഒലിവ് ഗ്രീനിൽ നിന്നാണ് ഇവരുടെ പായലിന്റെ കളർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് ഇവിടെ നിന്ന് ബ്രൗൺ കളറിലോട്ടുള്ള ഒരു എക്സ്റ്റൻഷന് കാരണമാകുന്ന ആളാണ് ആര്, ഈ പറയുന്ന സാങ്തോഫിൽ എന്ന് പറയുന്ന നമ്മുടെ ആര്, ക്ലോറോഫിൽ. അതായത് ഈ ആൽഗേസുകൾ എന്ന്, അതിന്റെ റീസൺ എന്താണ്, ഈ സാങ്തോഫിൽ പിഗ്മെന്റ് ആണ് അങ്ങനെ ഒരു കളർ ഗ്രേഡിയന്റ് വേരിയന്റുകളായിട്ട് ഇങ്ങനെ മാറാൻ സഹായിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് ദി ഫ്യൂക്കോസാങ്തനോസുകളും ഫ്യൂക്കോസാങ്താൽ അല്ലെങ്കിൽ ഫ്യൂക്കോസാങ്താനൽ എവിടെയുമുണ്ട്, ഈ പറയുന്ന ഫയോഫൈസിയുടെ അണ്ടറിൽ വരുന്നുണ്ട്. പിന്നെ നമ്മള് ക്ലോറോഫൈസിയുടെ കേസിൽ ഫുഡ് സ്റ്റോറേജിന്റെ കാര്യം നമ്മൾ എങ്ങനെയാ പറഞ്ഞേ, ഫുഡ് സ്റ്റോറേജുകളുടെ കാര്യത്തില് നമ്മള് നമ്മുടെ പ്രോട്ടീനും അതുപോലെ തന്നെ നമ്മുടെ ആരായിരുന്നു, പ്രോട്ടീനും ആരായിരുന്നടാ മറന്നുപോയല്ലോ, പ്രോട്ടീനും സ്റ്റാർച്ചും ആയിരുന്നു അല്ലേ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത്. അതേസമയം ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ഫോമുകളായിട്ടുള്ള ലാമിനാറിനും അതുപോലെ തന്നെ മാനിറ്റോളുമാണ്. ലാമിനാറിനും മാനിറ്റോളുമാണ് നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. അവിടെ നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മുടെ പ്രോട്ടീനും സ്റ്റാർച്ചും ചിക്കനും ചോറും ചിക്കനും ചോറും ആയിരുന്നു ഇവിടെ കൊടുത്തേ, ക്ലോറോഫില്ല് നമ്മൾ സൂക്ഷിച്ചു വെച്ചത്. അതേസമയം നമ്മുടെ ഫയോഫൈസിയുടെ കേസിലാണെങ്കിൽ ലാമിനാറിനും മാനിത്തോളും, ഓക്കെ, ലാമിനാറിനും മാനിത്തോളും ആണ് നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി പറഞ്ഞുതരാം. ഈ ഒരു ആൾക്കാരെ സംബന്ധിച്ച് ഇവര് ബ്രൗൺ കളർ ആൽഗെ ആയിരുന്നു, അവരേതായിരുന്നു, ഗ്രീൻ കളർഡ് ആൽഗേസുകളായിരുന്നു അല്ലെ, ആര്, ക്ലോറോഫൈസി. ഇവര് മറൈൻ ആകുമ്പോൾ അവര് അക്വാട്ടിക് ആയിരുന്നു അല്ലെ. അങ്ങനെ നിങ്ങൾ ഇങ്ങനെ കമ്പയർ ചെയ്ത് ആ പഠിച്ച് ഫ്ലോയിൽ തന്നെ അങ്ങ് പഠിച്ചു പോയാൽ വേഗം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ, ആൻഡ് ഇവർക്ക് വേരിയസ് സൈസ് ഷേപ്പ് ഉണ്ട്, അവർക്കും അതുപോലെ പല ഷേപ്പ് പല സൈസിൽ പല ഫോംസിലൊക്കെ ആരുണ്ടായിരുന്നു, നമ്മുടെ ക്ലോറോഫൈസി ഉണ്ടായിരുന്നു. ആൻഡ് ഇവരുടെ ബോഡി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ബ്രാഞ്ചഡ് ആയിരുന്നു. അവരുടെ എങ്ങനെയാ, ഒന്നുകിൽ കൊളോണിയൽ അല്ലെങ്കിൽ എന്താ ഫിലമെന്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാ. ഇവരുടെ എങ്ങനെയാണ്, സിമ്പിൾ ബ്രാഞ്ചിങ് തൊട്ട് അങ്ങ് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഫ്യൂസ്ഡ് ആയിട്ടുള്ള കെൽപ്സ് ഫോം വരെ ആരുണ്ട്, നമ്മുടെ ഫയോഫൈസി എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അല്ലേ. ആൻഡ് ഓൾസോ ഇവരുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 100 മീറ്റർ വരെ ദേ ക്യാൻ ഗ്രോ അപ്സ് ടു 100 meters. ഓക്കെ, ആൻഡ് ഇവരിലുള്ള ക്ലോറോഫിൽ ഏതൊക്കെയാണ്, ക്ലോറോഫിൽ എയും സിയുമാണ്. ക്ലോറോഫിൽ എയും സി, സാങ്തോഫിൽ, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഈ കാരോട്ടിനോയിഡ്സ് അല്ലേ, കാരോട്ടിനോയിഡ്സ് ഇവരെല്ലാവരുമാണ് ആരിലുള്ളത്, സാങ്തോഫൈസിയിലുള്ളത്. മറ്റവരിൽ ആരായിരുന്നു, ക്ലോറോഫിൽ എയും ബിയും ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ.
ഓക്കെ. അപ്പോ ഇവരുടെ കളർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് ശരിക്കും ഇവര് നമ്മൾ പറഞ്ഞല്ലേ ബ്രൗൺ കളറാണ്, പക്ഷേ ഇവരുടെ കളർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഒലിവ് ഗ്രീനാ. ഒലിവ് ഗ്രീൻ കണ്ടിട്ടില്ല, ഒരു പീൽഡ് ഗ്രീൻ ആയിരിക്കും അല്ലെ. ഒലിവ് ഗ്രീനിൽ നിന്ന് പിന്നീടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ആരുടെ പ്രസൻസിലാണ്, നമ്മുടെ സാങ്തോഫിൽ ഇല്ലേ, സാങ്തോഫിൽ പിഗ്മെന്റിന്റെ സഹായത്തോടു കൂടി ഇവരെന്ത് ചെയ്യുന്നത് ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് അല്ലെങ്കിൽ ബ്രൗൺ ഷെയ്ഡിന്റെ വേരിയന്റിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയല്ലേ പേസ്റ്റൽ കളേഴ്സുകൾ എന്ന് പറയാം അല്ലെ, ആ ഒരു ഓർഡറിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്, നമ്മുടെ സാങ്തോഫിൽ പിഗ്മെന്റ് ആണ്. ആൻഡ് ഓൾസോ ഇവിടെയുള്ള വേറൊരാളാണ് ആര്, ഫ്യൂക്കോസാങ്തിനാൽ. ഓക്കെ, ഫ്യൂക്കോസാങ്തിനാൽ. ഇവരും എവിടെ ഉണ്ട്, നമ്മുടെ ഫയോഫൈസിയയിലുണ്ട്. ആൻഡ് ഓൾസോ ഇവരുടെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഫോം ഏതൊക്കെയാണ്, ലാമിനാരിയ ആൻഡ് മാനിറ്റോൾ. ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ. ഓക്കെ, സോ ഈ രണ്ട് ഫോമിലാണ് അവരുടെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ആൻഡ് നോക്കിക്കേ, ഈ പറയുന്ന ഈ രണ്ടാമത്തെ ആളിൽ നിന്നും കുറച്ചും കൂടെ വ്യത്യസ്തമാണ് ആര്, റോഡോഫൈസിയെ. അപ്പോൾ ഫയോഫൈസിയുടെ റീപ്രൊഡക്ഷൻ ആണ് നമുക്കിനി നോക്കാനുള്ളത്. ഓക്കെ, സോ അവരുടെ റീപ്രൊഡക്ഷനിലേക്ക് നമുക്ക് പോകാം. നോക്കിക്കേ, കുറച്ചും കൂടെ പ്രോപ്പർട്ടി ഉണ്ട്, എന്നിട്ട് നമുക്ക് റീപ്രൊഡക്ഷനിൽ പോവാം. ഇവർക്ക് ഒരു ജെലാറ്റിനേഷ്യസ് ആയിട്ടുള്ള ഒരു കോട്ടിംഗ് ആർക്കുണ്ട്, നമ്മുടെ ഫയോഫൈസികൾക്കുണ്ട്. ഓക്കെ, ഈ ഫയോഫൈസികളെ നമ്മൾ ബ്രൗൺ ആൽഗേസുകളാണ് നമ്മൾ വിളിച്ചല്ലേ. ഓക്കെ, ഇവർക്കൊരു ജെലാറ്റിനേഷ്യസ് ആയിട്ടുള്ള ഒരു കോട്ടിംഗ് ഉണ്ട്. അതാണ് നമ്മൾ നേരത്തെ ഫസ്റ്റ് നമ്മൾ കണ്ടില്ലായിരുന്നോ, ആൽഗിൻ എന്ന് പറയുന്ന ബ്രൗണും ഗ്രീൻ കളറിലാണെങ്കിൽ നമ്മൾ നേരത്തെ രണ്ട് ടൈപ്പ് കണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ ബ്രൗൺ കളറായിട്ടുള്ള ആൾക്കാർ ഒരു കോട്ടിംഗ് ഉണ്ട്, അതാണ് ആര്, ആൽഗിൻ എന്ന് പറയുന്നത്. ആൻഡ് നോക്കിക്കേ, ഇവർക്ക് ഒരു വാക്യൂളും അതുപോലെ തന്നെ ഒരു ന്യൂക്ലിയസും ഉണ്ട്. ആർക്ക്, ഈ ഫയോഫൈസി ഹാവിങ് എ വാക്യൂൾ ആൻഡ് ന്യൂക്ലിയസ് ഇൻ ദെയർ ബോഡി. ആൻഡ് ഇവരുടെ പ്ലാൻ ബോഡി അറ്റാച്ച്ഡ് ആയിരിക്കുന്നത് ഒരു ഹോൾഡ് ഫാസ്റ്റിലേക്കാണ്. ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ 3 പാർട്സുകളുണ്ട്, അതായത് അവരുടെ ബോഡി പാർട്ടാണ്. 3 പാർട്സുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് സ്റ്റോക്ക്, രണ്ടെന്ന് പറയുന്നത് സ്റ്റൈപ്പ് ആൻഡ് ഫ്രോണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫ്രോണ്ട് ആണ് ഇവരുടെ ഫോട്ടോസിന്തറ്റിക് ഓർഗൻ. അതായത് നമ്മുടെ പിഗ്മെന്റ്സുകൾ കാണപ്പെടുന്ന സ്ഥലമാണ് ഇത് ഫ്രോണ്ട് എന്ന് പറയുന്നത്. ആൻഡ് ദ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ആ തണ്ട്, അവരുടെ ബോഡി തണ്ടിനെയാണ് നമ്മൾ എന്ത് സ്റ്റോക്ക് എന്ന് പറയത്തില്ലേ. നമ്മൾ ഈ ബഡിങ് ലെയറുകളൊക്കെ പഠിച്ചിട്ടില്ലേ, അറ്റാച്ച് ഉള്ളിലിട്ട് ഫിക്സ് ചെയ്ത് വെക്കുന്ന ആളാണ് ആര്, സ്റ്റോക്ക് എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദി സ്റ്റൈപ്പ്. സ്റ്റൈപ്പ് എന്താടാ, സ്റ്റൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെറിയ ചെറിയ ശാഖകൾ പോലെ കാണപ്പെടുന്ന ഒരു പാർട്ടാണ് അല്ലേ. അപ്പോൾ ഫയോഫൈസിയുടെ കേസിലാണെങ്കിൽ ഒരു ജെലാറ്റിനേഷ്യസ് കോട്ടിംഗ് ആയിട്ടുള്ള ആൽഗിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അതിൻ്റെ ഉള്ളിൽ വാക്യൂളും ന്യൂക്ലിയസും കാണപ്പെടും. ഈ പ്ലാൻ ബോഡി അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഹോൾഡ് ഫാസ്റ്റിലേക്കാണ്. അവിടെ സ്റ്റോക്ക് ഉണ്ട്, സ്റ്റൈപ്പ് ഉണ്ട്, ഫ്രോണ്ട് ഉണ്ട് അല്ലേ. ഇനി നോക്കിക്കേ, ഇനി നമുക്ക് ഇവരുടെ റീപ്രൊഡക്ഷനിലേക്ക് നോക്കാം. ഓക്കെ, ഇവരുടെ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴേക്കും ദേ ഹാവിങ് 3 ഉണ്ട് അല്ലേ, വെജിറ്റേറ്റീവ്, സെക്ഷൽ, അസെക്ഷൽ. നമ്മൾ നേരത്തെ കണ്ട ക്ലോറോഫൈസി എന്ന് പറയുമ്പോഴേക്കും ഓൾമോസ്റ്റ് ബേസിക് ആയിട്ടുള്ള എല്ലാ ഇത് തന്നെ സെയിം ആൽഗെ ഗ്രൂപ്പിൽ വരുന്ന റീപ്രൊഡക്ഷൻ ആയിരുന്നു അല്ലേ. പക്ഷെ ഇവരുടെ കേസിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. വെജിറ്റേറ്റീവ് ആസ് യൂഷ്വൽ സെയിം ആണ്. ആരാണ്, ഫ്രാഗ്മെന്റേഷൻ വഴി പല പല താലസിൽ നിന്നും പുതിയ താലോയിഡൽ ബോഡി ഉണ്ടാവുന്നു. അങ്ങനെ അത് പിന്നെ റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദി അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്, സൂസ്പോസുകളുടെ ബൈഫ്ലജലേറ്റ്സുകൾ, 2 ഫ്ലജലാസുകളുള്ള സൂസ്പോസുകളുടെ റീപ്രൊഡക്ഷൻ തന്നെയാണ്. ആൻഡ് ദേ ഹാവിങ് എ പിയർ ഷേപ്പ് 2 unequal lateral attached to the flagella. 2 അൺഈക്വൽ ആയിട്ടുള്ള എന്തായിരിക്കും, അൺഈക്വൽ ആയിട്ടുള്ള സ്പോസുകളായിരിക്കും. അത് ലാറ്ററലി എന്തായിരിക്കും, ഫ്ലജലാസുകളായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇൻ ദ കേസ് ഓഫ് ദ സെക്ഷൽ റീപ്രൊഡക്ഷൻ അതും ഐസോഗ്യാമസ്, അനിസോഗ്യാമസ്, ഊഗ്യാമസ് ആയിരിക്കാം. ആൻഡ് ദ ഗാമേറ്റ്സ് ഫ്യൂസ്ഡ് ഇൻ ദ വാട്ടർ ഈസ് കോൾഡ് ഊഗോണിയം. ഇവരുടെ കേസിൽ വാട്ടറിലുള്ള ഫ്യൂഷൻ നടത്തുന്ന പേര് വിളിക്കുന്നത് എന്താ, ഊഗോണിയം എന്നാണ്. ആൻഡ് ദീസ് ഗാമേറ്റ്സ് ആർ pyriform and 2 lateral attached to the flagella. ഓക്കെ, ഇവരുടെ ഗാമേറ്റ്സുകൾ എങ്ങനെയായിരിക്കും, പൈറിഫോമുകളായിരിക്കും. എക്സാമ്പിൾ ആയിട്ട് വരുന്നത്, എക്സാമ്പിൾസുകളായി
ഒരു മിനിറ്റ് ട്ടാ. എക്സാമ്പിൾസുകളായി വരുന്നത് എക്ടോകാർപ്പസ്. എക്സാമ്പിൾ ഇത് കാണിച്ചു തരാനായിരുന്നു. എക്ടോകാർപ്പസ്, ഡിക്റ്റൈറ്റോക്ക, ലാമിനാറിയ, സർഗാസം, ഫ്യൂക്കസ്. ഇവരൊക്കെയാണ് ആരുടെ എക്സാമ്പിൾസ്? നമ്മുടെ പൈറോഫൈസിയയുടെ എന്താണ് എക്സാമ്പിൾസുകളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ടൈപ്പ് ആണ്, അല്ലെങ്കിൽ ആൽഗേസുകളുടെ പിഗ്മെന്റിന്റെ ബേസിസിൽ വരുന്ന അവസാനത്തെ ടൈപ്പാണ് ആര്? റോഡോഫൈസി എന്ന് പറയുന്നത്. റോഡോഫൈസി എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത ആളായിട്ടുള്ള മൂന്നാമത്തെ ആളായിട്ടുള്ള റെഡ് കളർ ആൽഗെ, ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഇവർ എന്ത് കളർ ആൽഗേസുകളായിരിക്കും? റെഡ് കളേർഡ് ആയിട്ടുള്ള ആൽഗേസുകളായിരിക്കും. ദേ ഹാവിങ് എ റെഡ് പിഗ്മെന്റ്. ഫൈക്കോ എറിട്രിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് അവരുടെ ബോഡിയിലുണ്ട്. ആൻഡ് ഓൾസോ ക്ലോറോഫിൽ എ ആൻഡ് ഡി. ഏതൊക്കെയാണ്? റെഡ് പിഗ്മെന്റ് ആയിട്ടുള്ള ഫൈക്കോ എറിത്രിനും അതുപോലെ തന്നെ ക്ലോറോഫിൽ എയും ഡിയും ഉണ്ട്. ഇവര് ബോത്ത് മറൈനിലാണ് കാണുന്നത്. പക്ഷേ കുറച്ച് ചൂടുള്ള ഏരിയയിലായിരിക്കും. ഇപ്പൊ നിങ്ങൾ ഓർക്കില്ല, റെഡ് ഹോട്ട്, അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ റെഡ് കളർ ആൽഗ എവിടെയായിരിക്കും? വാംഡ് ഹോട്ട് ഏരിയയിലായിരിക്കും ഇവര് സർവൈവ്, അല്ലെങ്കിൽ ഇവർ ജീവിക്കുന്നത്. ഇവർക്ക് ബോത്ത് വെള്ളത്തിന്റെ പൊക്കത്തും വെള്ളത്തിന്റെ അങ്ങേ അടിയിലും ഡെപ്തിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജീവിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. അതാണ് ഡെപ്ത് ആൻഡ് അപ്പർ പോർഷൻ ഓഫ് ദ ഓഷ്യൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദേ ആർ മൾട്ടി സെല്ലുലാർ. അതുപോലെ തന്നെ മറ്റ് ആൽഗേസുകളെ വെച്ചിട്ട് ഇവരൊട്ടും തന്നെ സിമ്പിൾ സ്ട്രക്ചേർഡ് അല്ല. ദേ ഹാവിങ് എ കോംപ്ലക്സ് ബോഡി ഓർഗനൈസേഷൻ ആണ് ആർക്കുള്ളത്? നമ്മുടെ റോഡോഫൈസിയക്കുള്ളത്. ഓക്കെ, റോഡോഫൈസിയക്ക് എങ്ങനെയാണ്? നല്ല കോംപ്ലക്സ് ആയിട്ടുള്ള ബോഡി ഓർഗനൈസേഷൻ ആണ് ഉള്ളത്. ആൻഡ് ദേ ഹാവിങ് സ്റ്റോർഡ് ദെയർ ഫുഡ് ആസ് എ ഫ്ലോറിഡിൻ എന്ന് പറയുന്ന ഫോമിലാണ് ഇവർ എന്ത് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്? എന്താണ്? ഫ്ലോറിഡിൻ. ഓക്കെ, ഈ ഒരു ഫോമിലാണ് അവർ എന്ത് ചെയ്യുന്നത്? അവരുടെ ബോഡിയിൽ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഫസ്റ്റ് വൺ ആയിട്ടുള്ള ആളാരെന്ന് വെച്ചെങ്കിൽ അവർ ചോറും ചിക്കനും. ഏതാ? പ്രോട്ടീനും അതുപോലെ തന്നെ സ്റ്റാർച്ചും അല്ലേ. രണ്ടാമത് എങ്ങനെയായിരുന്നു? മാനിറ്റോളും അതുപോലെ ലാമിനാറിനുമായിരുന്നു അവർ സ്റ്റോർ ചെയ്തിരുന്നത്. റോഡോഫൈസി ആണെങ്കിൽ ഫ്ലോറിഡിൻ എന്ന് പറയുന്ന ഫോമിലാണ് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആൻഡ് ഇവരുടെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? സെല്ലുലോസ്, പെക്റ്റിൻ ആൻഡ് പോളി സൾഫേറ്റ് എസ്റ്റേഴ്സ്. കണ്ടോ, ഭയങ്കര കോംപ്ലക്സ് സ്ട്രക്ചറാ. ആരൊക്കെയാണ്? സെല്ലുലോസ്, പെക്റ്റിൻ ആൻഡ് പോളി സൾഫേറ്റ് എസ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ റോഡോഫൈസി എന്ന് പറയുമ്പോൾ റെഡ് കളർ ആണ്. അവരെവിടെയാ കാണുന്നത്? മറൈനില് ചൂടുള്ള വാം ഏരിയാസുകളിലാണ് ഇവർ കാണപ്പെടുന്നത്. ഇവര് ബോത്ത് പൊക്കത്തും താഴെ സമുദ്രത്തിന്റെ മേൽഭാഗത്തും സമുദ്രത്തിന്റെ താഴ്ഭാഗത്തും ഇവരെ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദേ ആർ മൾട്ടി സെല്ലുലാർ ആണ്. കോംപ്ലക്സ് ബോഡി ഓർഗനൈസേഷൻ ആണ്. സ്റ്റോർഡ് ആസ് ഫുഡ് ആസ് എന്താ? ഫ്ലോറിഡിൻ. ആൻഡ് their cell wall is made up of cellulose, pectin and polysulfate esters. ഓക്കെ, ഇനി നമുക്ക് ഇവരുടെ റീപ്രൊഡക്ഷനും നോക്കാം. ഓക്കെ, നോക്കിക്കേ, ഇവരുടെ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴേക്കും എങ്ങനെയാണ്? വെജിറ്റേറ്റീവ് ആസ് യൂഷ്വൽ എന്താണ്? ഫ്രാഗ്മെന്റഡ് ഫോമിലാണ് ആൽഗേസുകളിൽ നടക്കുന്നത്. ദെൻ അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ കേസ് ആണെങ്കിൽ നോൺ മോട്ടൈൽ ആയിട്ടുള്ള സ്പോർസുകളുടെ ഫോർമേഷൻ ഫ്യൂഷൻ വഴിയാണ്. ആൻഡ് ഓൾസോ സെക്ഷൽ ഇത് തന്നെയാണ്. എന്താ? സെക്ഷലിലും നോൺ മോട്ടൈൽ ആയിട്ടുള്ള ഗ്യാമേറ്റ്സുകളാണ് രണ്ടും. അതുകൊണ്ടിട്ട് അവരെ നമ്മൾ ഗ്യാമസുകൾ എന്താ വെള്ളത്തിൽ വെച്ച് നടക്കുന്ന റീപ്രൊഡക്ഷൻ ആണല്ലേ. ആൻഡ് ദേ ഹാവിങ് എ കോംപ്ലക്സ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ആണ്. അതായത് വളരെ എന്താണ് ഏറ്റവും പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഫ്യൂഷനെ കഴിഞ്ഞ് കുറേ നല്ല ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കോംപ്ലക്സ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് ആർക്കുള്ളത്? റോഡോഫൈസിയയുടെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സെക്ഷുവലി. ഓക്കെ, ആൻഡ് ഓൾസോ ഇവരുടെ എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ പോളിസൈഫോണിയ, പോർഫൈറ, പിന്നെ അതുപോലെ തന്നെ ഗാർസിലാറിയ, ജെലീഡിയം. ഓക്കെ, ഈ ഗാർസിലാറിയ ആൻഡ് ജെലീഡിയം ഇല്ലേ, ഇവരാണ് ഇത് നമ്മുടെ അഗാറക്കില്ലേ തിക്കനിങ് ആയിട്ടുള്ള അവരുടെ അവർക്കൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ജെലീഡിയം, ഗാർസിലാറിയ എന്നൊക്കെ പറയുന്നത് ആൽഗീസുകൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടെ എല്ലാം ഒന്ന് നോക്കാം. ലാസ്റ്റത്തെ ടൈപ്പാണ് റോഡോഫൈസിയെ എന്ന് പറയുമ്പോൾ അവർ റെഡ് കളറിൽ
റെഡ് കളർ പിഗ്മെന്റ് ആയിരിക്കും. ക്ലോറോഫിൽ എയും ഡിയും ഉണ്ടാവും. ആൻഡ് ഓൾസോ അവരിൽ R5 എറിത്രിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ഉണ്ടാവും. ഇവർ മറൈനിൽ ചൂടുള്ള സ്ഥലത്ത് പൊക്കത്തെ തട്ടിലും താഴത്തെ തട്ടിലും നമുക്ക് ഇവരെ കാണാൻ പറ്റും. ആൻഡ് ഓൾസോ മൾട്ടി സെല്ലുലാർ ആണ്, കോംപ്ലെക്സ് ആയിട്ടുള്ള ബോഡി ഓർഗനൈസേഷൻ ആണ്. ആൻഡ് ഓൾസോ അവരുടെ ഫുഡ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫ്ലോറിഡിൻ എന്ന് പറയുന്ന ഫോമിലാണ്. അവരുടെ കുറച്ച് അവരുടെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ്, പെക്റ്റിൻ ആൻഡ് പോളിസൾഫേറ്റ് എസ്റ്റേഴ്സുകൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് അവരുടെ റീപ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ 3 ടൈപ്പ് ഉണ്ട്: വെജിറ്റേറ്റീവ്, അസെക്ഷൽ ആൻഡ് സെക്ഷൽ. ഓക്കെ. ആൻഡ് നമ്മുടെ ക്ലോറോഫൈസിയുടെ കേസിലാണെങ്കിൽ എന്താ, ഗ്രീൻ കളേർഡ് ആണ്, യൂണിസെല്ലുലാർ ആണ്, കൊളോണിയൽ ആണ്, ഫിലമെന്റേഴ്സ് ആണ്. ക്ലോറോഫിൽ എയും ബിയും ആണ് അവരിലുള്ള ആൾക്കാർ. ദെൻ എന്താണ്, ഇവര് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ക്ലോറോപ്ലാസ്റ്റുകളിൽ തന്നെയാണ്. ആൻഡ് ഓൾസോ അത് മേ ബി ഡിക്കോയിഡ് ആവാം, പ്ലേറ്റ് ആവാം, കപ്പ് ഷേപ്ഡ് ആവാം, റിബൺ ഷേപ്ഡ് ആവാം, സ്പൈറൽ ഷേപ്ഡ് ആവാം, അങ്ങനെ ഏത് ഷേപ്പിൽ റെക്ടിക്കുലേറ്റഡ് ആവാം ഇവരുടെ ക്ലോറോപ്ലാസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇവരുടെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഫോം പൈറനോയിഡ്സുകളാണ്. അതിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആൾക്കാർ പ്രോട്ടീനും സ്റ്റാർച്ചും ആണെങ്കിൽ അവരുടെ സെൽ വോൾ എന്ത് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, സെല്ലുലോസും പെക്റ്റിനും വെച്ചിട്ടാണ്, സെല്ലുലോസും പെക്ടോസും വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് നമ്മുടെ ഫയോഫൈസി ആണെങ്കിൽ ഫയോഫൈസിയ പണി തന്നല്ലോ. ഓക്കെ, ഓക്കെ പോട്ടെ. ഫയോഫൈസിയ എന്ന് പറയുമ്പോൾ ബ്രൗൺ കളർ ആൽഗയാണ്, മറൈൻ ഹാബിറ്റാറ്റിലാണ്. ഇവർക്ക് പല ഷേപ്പും സൈസും ഉണ്ട്. ഏറ്റവും സിമ്പിൾ തൊട്ട് ഫിലമെന്റസ് ബ്രാഞ്ചസ് അങ്ങനെ മാറി മാറി ഇങ്ങനെ എന്താണ് വ്യത്യസ്ത ഫോമുകളിലോട്ട് മാറുവാണ്. ഇവർക്ക് ഒലിവ് ഗ്രീനിൽ തൊട്ട് തുടങ്ങി ബ്രൗൺ കളർ പിഗ്മെന്റിലേക്ക് ഇവരെ കൊണ്ടുപോകുന്ന കളർ ഗ്രേഡിയന്റ് കൊടുക്കുന്ന ആളാണ് ആര്, സാങ്തോഫൈൽ പിഗ്മെന്റുകൾ എന്ന് വിളിക്കുന്നത്. കൂടാതെ അവിടെ വേറൊരാളുണ്ട്, അയാളാണ് ആര്, ഫ്യൂക്കോസാങ്തിനോൾ എന്ന് പറയുന്ന സാങ്തിനാൽ എന്ന് പറയുന്ന വേറൊരു പിഗ്മെന്റ് കൂടിയുണ്ട്. ഇവരുടെ ഫുഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഫോം ഓഫ് ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ ആണ്. ഓക്കെ, ദെൻ നമ്മുടെ പല ഡിഫറെൻറ്റ് എക്കണോമിക് ആയിട്ടുള്ള ഇവരുടെ യൂസസുകൾ പറഞ്ഞു. നമ്മൾ ലബോറട്ടറീസിൽ യൂസ് ചെയ്യും, കമേഴ്ഷ്യൽ ഏരിയാസ്, സ്പേസ് മാൻമാരൊക്കെ, ആസ്ട്രോളജിസ്റ്റുകളൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ വളരെ വാട്ടർ ഹോൾഡിങ് കപ്പാസിറ്റി ആയതുകൊണ്ട് തന്നെ എന്താണ് ഇവർക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് രീതിയിലാണ് മെയിനായിട്ട് ഹൈഡ്രോക്ലോറൈഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബ്രൗൺ ആൽഗയും റെഡ് ആൽഗയും. ആൻഡ് നോക്കിക്കേ, ഫുഡ് സോഴ്സ് എന്ന് പറയുമ്പോൾ 70ഓളം സ്പീഷീസുകൾ നമുക്ക് കൺസ്യൂമബിൾ ആയിട്ടുള്ള ആൽഗീസുകളാണ്. ആൻഡ് പിന്നെ നമ്മൾ പറഞ്ഞത് പ്രൈമറി ഫുഡ് സോഴ്സുകളാണ്. നമ്മുടെ അക്വാട്ടിക് റീജിയൻസിന് ഏറ്റവും കൂടുതൽ ഫുഡ് സപ്ലൈ ചെയ്യുന്ന വലിയൊരു പ്രൊഡ്യൂസേഴ്സ് ആണ് ഇവർ. കാർബൺ ഫിക്സേഷൻ അതുപോലെ തന്നെ ഓക്സിജൻ ഒക്കെ സഹായിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ പിന്നെ നമ്മൾ പറഞ്ഞു ഇവരുടെ റീപ്രൊഡക്ഷനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു, വെജിറ്റേറ്റീവ് ഉണ്ട്, സെക്ഷൽ ഉണ്ട്, അസെക്ഷൽ ഉണ്ട്. സെക്ഷൽ 3 ടൈപ്പ് ഉണ്ട്: ഐസോഗ്യാമസ്, അനിസോഗ്യാമസ്, സൂഗ്യാമസ്. അതേസമയം വെജിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ഫ്രാഗ്മെന്റേഷൻ ആണ്, അസെക്ഷൽ എന്ന് പറയുമ്പോൾ സൂസ്പോസുകളുടെ ഇതാണ്. ദെൻ ആൽഗയുടെ ജസ്റ്റ് ഒരു സമ്മപ്പ്, ക്ലോറോഫിൽ ബെയറിംഗ് ആണ്, സിമ്പിൾ താലോയിഡ് ആണ്, ഓട്ടോട്രോഫിക് ആണ്. അതുപോലെ തന്നെ ലാർജ്ലി അക്വാറ്റിക് ആണ്, മോയിസ്റ്റ് സ്റ്റോൺസ്, പിന്നെ സോയില്, വുഡ്, ഇവിടെ ഒക്കെ ആരെ കാണാൻ പറ്റും നമുക്ക്, പല ടൈപ്പിൽ, പല വേരിയബിൾ, പല സൈസിലുകളിൽ നമുക്ക് ആരെ കാണാൻ പറ്റും, നമ്മുടെ ആൽഗീസുകളെ കാണാൻ പറ്റും. അവർ കൊളോണിയൽ അഥവാ ഫിലമെന്റേഴ്സ് ആയിട്ടുള്ള ഫോംസുകളിൽ ഇവരെ പ്രസന്റഡ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ കിങ്ഡം ആൽഗേനെ പറ്റി നമുക്ക് പറയാനുള്ളത്. അപ്പൊ ചെറിയൊരു പോർഷനാണ്, എല്ലാം കൂടി ചേരുമ്പോൾ ഒരു വലിയ പോർഷനായി മാറുന്നേ ഉള്ളൂ. അപ്പൊ ആൽഗീസുകൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല സെറ്റായിട്ട് പഠിച്ച് മാർക്കൊക്കെ വാങ്ങണം. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ കുറേ കട്ടിയുള്ള പേരുണ്ട്, നിങ്ങൾക്ക് എളുപ്പമുള്ള എക്സാമ്പിൾസ് വെച്ച് പഠിച്ചിട്ട് പോവാം. നമ്മുടെ വോൾവോക്സ് അങ്ങനെ ചെറിയ ആൾക്കാരെയൊക്കെ പഠിച്ചിട്ട് പോവാം. ഓക്കെ, താങ്ക് യു, ബൈ.